Shall we begin? Yeah, sure. So it's my design. In simply looks like a kurta, but material quality is very high. No, What happened? it's my. So let me continue. Yeah. Idea kolla. Let me see. Satya, now your turn. Sorry, sir. I forgot my laptop. What? നീ തന്നെയാണോ ഈ പറയുന്നേ? ഐ ക്വിറ്റ്. ഇത്തവണ ഇത് ഇവർക്ക് തന്നെ കൊടുത്തേക്ക്. No, sir, please. അയാള് പിന്മാറിയ സ്ഥിതിക്ക് ഈ ഡീല് ഓക്കെ അല്ലേ? Sir, please. എനിക്ക് ഒരു ചാൻസ് തരണം. അതെങ്ങനെ ശരിയാവും? അവൻ വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ? ഒരു കോമ്പറ്റീഷൻ ആയിട്ടല്ലേ തുടങ്ങിയത്? ആരുമില്ലാതെ മത്സരിച്ച് ജയിക്കുന്നതിൽ എന്ത് രസമാടൂല്ലേ? അവനൊരു ചാൻസ് അല്ലേ ചോദിച്ചുള്ളൂ. സത്യ, ടുമോറോ 2 PM ഓക്കെ അല്ലേ? Yes, sir. നമ്മുടെ ഡിസൈൻ്റെ എക്സാക്ട് കോപ്പി അവരുടെ കയ്യിൽ എങ്ങനെ എത്തി? നിനക്കൊന്നും പറയാനില്ലേ? I don't know, sir. നിനക്കിതിന്ന് എന്ത് ലാഭമുള്ളേ? Sir, എന്ത് ധൈര്യത്തിലാ നീ ചാൻസ് ചോദിച്ചത്? ഒരു ദിവസം കൊണ്ട് എന്തുണ്ടാക്കാനാ? ഒരു ദിവസമില്ല, സർ. ഒന്ന് ശ്രമിക്കാലോ. ട്രസ്റ്റ് മീ. കേട്ടത് സത്യമാണോ? നമ്മുടെ ഡിസൈൻ എങ്ങനെ? അറിയില്ല. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത് ചെയ്തത് ആരായാലും ഇടുത്തി വീഴും. ഓഫ്, കുറച്ചങ്ങ് നീങ്ങി നിന്നേക്കാം. കൂടെ പോയതിന് എൻ്റെ തലയിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞു. നീ വരുന്നുണ്ടോ? അതോ നമ്മളിന്ന് ഒരുമിച്ച് പോകുന്നുള്ളൂ. അതിന് നിനക്കിവിടെ ഒരുപാട് ജോലിയില്ലേ? പിന്നെങ്ങനെയാ? എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. ബൈ. എത്ര ദിവസം ഉറക്കമൊഴിച്ചുണ്ടാക്കിയ വർക്കാണെന്നറിയോ? ആ ആ ശരിയാ. എന്ത് ചെയ്യാനാ? നീ എന്താ നോക്കുന്നേ? എന്നെ സംശയിക്കണ്ട, ഞാനല്ല. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ വിവരമില്ല. ജേക്കബ്സാന്റെ ലാപ്പിൽ നിന്നാ നീ ഡിസൈൻ എടുത്തേ, അതും ഇവിടെ വെച്ച്. ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടിയുണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് CCTV എങ്കിലും വെക്കാതിരിക്കുമോ? നീ സാറിന്റെ ക്യാബിനിൽ പോകുന്നതും ലാപ്പ് എടുക്കുന്നതും എല്ലാം നല്ല വ്യക്തമായി തന്നെ കിട്ടിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞപ്പോ തന്നെ ഹാർഡ് ഡിസ്ക് ഞാനങ്ങ് പൊക്കി. ഇനത് ആരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് നിനക്ക് ചൂസ് ചെയ്യാം. നോ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു തവണ സംഭവിച്ച അബദ്ധമായിട്ട് കണക്കാക്കാം. ഇതിപ്പോ എങ്ങനാ? ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കൂ, അനുസരിക്കും. ഇത്രയും നേരം വർക്ക് ചെയ്ത് ക്ഷീണിച്ചു. പോയി നല്ല ചൂടായിട്ട് ഒരു തണുത്ത കോഫി ഇട്ടുകൊണ്ട് വാ. ചെല്ല്. നീ എഴുന്നേറ്റോ? ഒരു കാര്യം ചെയ്യ്, റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. പിന്നെ എന്റെ ബ്ലാക്ക് കളർ ഷർട്ട്, പിന്നെ ഗ്രേ ജീൻസ് ഷർട്ടിൽ കാണും. വരുമ്പോ അതോടെ എടുക്കണം. എന്താ ബുദ്ധിമുട്ടാണോ? അപ്പൊ നീ വരുന്നില്ലേ? എനിക്ക് കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്. ഇത് ഇവിടെ ഇട്ടിട്ട് പോയാ ചോർച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. നീ പോയിട്ട് വാ. ഡോണ്ട് ബി ലേറ്റ്. എല്ലാം ഓക്കെ അല്ലേ? അതോ വീണ്ടും മറവി സംഭവിച്ചോ? ഐ എം എക്സൈറ്റഡ്. എന്നാ തുടങ്ങല്ലേ? ദിസ് ഈസ് മൈ ഡിസൈൻ. വെറൊരു ജാക്കറ്റ്. ഇതാണോ ഇത്ര വലിയ സംഭവം? യാ, വെറൊരു ജാക്കറ്റ്. നിങ്ങളെപ്പോലെ പണമുള്ളവർ നിസ്സാരമാക്കി കളയുന്ന വേഷം. പക്ഷേ സാധാരണക്കാർക്കിടയിൽ ഇത്തരം ഡ്രസ്സിംഗ് സ്റ്റൈലിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത്തരം കോസ്റ്റ്യൂംസ് കോമൺ പീപ്പിൾസ് ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ്. അത്തരം ആളുകളെയാണ് കൂടുതലായും ഞാൻ ഫോക്കസ് ചെയ്തത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. യൂഷ്വൽ ഒരു ജാക്കറ്റ് ഓർ കോട്ട് എന്ന ഐഡിയയിൽ നിന്ന് മാറി യങ്ങസ്റ്റ് ആൻഡ് ഓൾസോ ഓൾഡസ്റ്റ് ആളുകൾക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉപയോഗിക്കാവുന്ന ജാക്കറ്റ്സ് ഇൻ ലോ പ്രൈസ് ആൻഡ് ഹയർ ക്വാളിറ്റി.
റിച്ച് പൂവർ ഒരു കമ്പാരിസൺ വരാത്ത തരത്തിൽ യൂസബിൾ ആക്കാം. തീൻ ലെയർ മെറ്റീരിയൽ ഫോർ കൺവീനിയൻസ്. ബട്ട് ഇത്രയും പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് പ്രോഫിറ്റ്? സ്റ്റാർട്ടിങ്ങിൽ പ്രോഫിറ്റ് മാർജിൻ കുറവായിരിക്കും, ബട്ട് ഐം ഷുവർ ലോസ് ഒരിക്കലും സംഭവിക്കില്ല. ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യും. കമ്പയർ വിത്ത് മൈ കുർത്ത ഡിസൈൻ, ദയർ ഡിസൈൻ, ക്വാളിറ്റി ഡബിൾ എമൗണ്ട് വേണ്ടിവരും. വൈഡർ പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് പെനട്രേഷൻ. പ്രൈസിംഗിൽ ചെറിയ വേരിയേഷൻ വരുത്തിയ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിലേക്ക് എത്തിക്കാം. സ്റ്റെഫിനോ എന്ന കമ്പനി നിലവിൽ റിച്ചസ്റ്റ് ആളുകൾക്കിടയിൽ ഫേമസ് ആണ്. ഇതിലൂടെ മെയിൻലി ഒരു ഗുഡ് വിൽ ഉണ്ടാക്കാം. ഇറ്റ്സ് ക്വയറ്റ് ഇംപ്രസീവ്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കേണ്ടി വരും. വാട്ട്? ആർ യു ഓക്കെ വിത്ത് ദിസ്? യാ, ഐ തിങ്ക് സോ. ഇവൻ പറഞ്ഞ പോലെ എപ്പോഴും പണക്കാരുടെ പുറകെ ഓടിയിട്ട് എന്താ കാര്യം? കുറേ കാശുണ്ടാക്കാൻ എന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല. ഇനി ഇത് കാരണം നഷ്ടം വന്നാലും ഞാൻ അങ്ങ് മറന്നോളാം. എന്താടാ, നിനക്ക് ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് സർ. ഒരു ബിഗ് നോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. നിനക്ക് നിന്നിലുള്ള വിശ്വാസ മറ്റെല്ലാത്തിനെയും തോൽപ്പിക്കാനുള്ള ശക്തി തരുന്നത്. അതൊരിക്കലും വിട്ടുകളയരുത്. ഇവിടെ ഒരു സ്പൈ ഉണ്ടെന്ന് കേട്ടു. വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവരുമായിട്ട് ഒരു ഡീലും വേണ്ടെന്ന് തീരുമാനിച്ചതാ. ഏതായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ നീ ശരിക്കും ഞെട്ടിച്ചു. നിന്റെ വർക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ഒരു ചതിവ് പറ്റിയതിൻ്റെ പേരിലല്ല ഞാനതിന് സമ്മതിച്ചത്. യുവർ ഐഡിയ ഈസ് റിയലി ഗുഡ്. ജേക്കബിനോടൊന്ന് സംസാരിക്കണം. അവനെ തകർക്കാൻ ഇതിനകത്ത് കയറിക്കൂടിയ മറ്റവൻ എവനായാലും കണ്ടുപിടിക്കാൻ ഞാനും കൂടെ സഹായിക്കാം. അയ്യോ, അതൊന്നും വേണ്ട സർ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. നിന്നെ പോലെ വലങ്കൈയായിട്ട് ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ അവനൊന്നിനെയും പേടിക്കണ്ട. കഴിഞ്ഞ തവണ വന്നപ്പോൾ നിനക്കൊരു ഓഫർ തന്നിരുന്നു. ഇതിനേക്കാളും എൻ്റെ കമ്പനിയിൽ നല്ലൊരു ജോബ്, ഡബിൾ സാലറി. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതെനിക്ക് വേണ്ട സർ. കാശിനേക്കാളും ചില ബന്ധങ്ങൾ ഇപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും എന്നല്ലേ? അതുപോലെ ജേക്കബ് സർ എന്നെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നത്. തൽക്കാലം ആ സ്നേഹം വേണ്ടെന്ന് വെച്ച് ഞാൻ എങ്ങോട്ടും ഇല്ല. ഇതുപോലെ ഒരു അച്ഛൻ്റെ സ്നേഹം ഞാനും തരാടും. എന്നേലും ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് വൺ കോൾ, ഓക്കെ? എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. എന്നാൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നീ ഇതൊക്കെ ചെയ്തേ? അതിന് ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ലല്ലോ. വൺ സെക്. എടെ കമ്മിയോ? ആക്ച്വലി ഇവനാ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഞാനത് വർക്ക്ഔട്ട് ചെയ്തെന്ന് മാത്രം. ഞാനാ? ഗുഡ് ജോബ്. എന്നാലും നീ ഇതിപ്പോ ഒന്ന് പോടാ. അവൻ ഉണ്ടാക്കിയത് എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് നിന്നെ. എന്താ നിന്റെ ഉദ്ദേശം? ഞാനെപ്പോഴാ നിനക്ക് ഐഡിയ തന്നേ? ഓ, അതായിരുന്നു. ഇന്നലെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഐഡിയ കിട്ടിയേ. സോ ആ ക്രെഡിറ്റ് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ആരുടെ ഔദാര്യൊന്നും വേണ്ട. ആണോ? എന്നാ നീ തന്നെ അയാളോട് പോയി പറഞ്ഞേക്ക്. ഇയാൾക്ക് ഇത് എന്തോന്ന്? മോനെ, നീ സൂക്ഷിച്ചോ. കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ ഒരു അഡ്വർടൈസ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. മൈക്കിളിനോട് ഞാൻ സംസാരിച്ചു. അവന് ഓക്കെ ആണ്. അതിന്റെ ബാക്കി കാര്യം നീ തന്നെ ഏറ്റെടുക്ക്. നല്ലൊരു മോഡലിനെ തന്നെ വേണം. എനിക്കൊരു സജഷൻ ഉണ്ട്. സെലിബ്രിറ്റീസ് ഒന്നും വേണ്ട. എ കോമൺ മാൻ. ഐ തിങ്ക് ഏഡൻ അതിന് പറ്റിയ ആളായിരിക്കും. നോ, അവനൊന്നും ശരിയാവില്ല. ഈ സ്റ്റൈൽസ് അവന് നന്നായിട്ട് ചേരും. ഒരു ഫോട്ടോജനിക് ഫേസ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്തു സർ. ആർ യു ഷുവർ? 100%. ഓക്കെ, നീ തന്നെ അവനോട് സംസാരിക്കേ. പിന്നെ കണ്ട ജഡ്ഡിയുടെ പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. ഇല്ലേ? എന്നാ നീ ജേക്കബ് സാറിനോട് തന്നെ പോയി പറഞ്ഞേക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്കും കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി ജെട്ടി ഇട്ടുകൊണ്ട് വേണോ ജെട്ടി ഇടാതെ വേണോ അഭിനയിക്കാൻ എന്നൊക്കെ ഞാൻ പറയും. നീ അനുസരിക്കും. ഈവനിങ് കുറച്ച് നേരത്തെ ഇറങ്ങും. ഒന്ന് റെസ്റ്റ് എടുക്ക്. നാളെ ഇഷ്ടം പോലെ വർക്ക് കാണും. മോർണിംഗ് സർ. മോർണിംഗ്. എല്ലാം റെഡി അല്ലേ? യെസ് സർ. സോന, അവളെന്തെങ്കിലും തരത്തിൽ മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ ഇറങ്ങാം. വേറെ കുറച്ച് പ്രോഗ്രാം കൂടി ചാർട്ട് ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നീ ഒന്ന് നാട്ടിൽ പോകേണ്ടി വരും. വേണ്ട സർ, എനിക്കിപ്പോ ലീവിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ അല്ലേ പറഞ്ഞു ഒരു ടെക്സ്റ്റൈൽസ്, അതും നിന്റെ നാട്ടിൽ. അതിന് നല്ലൊരു പ്ലോട്ട് കിട്ടി.
നീ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശരിയാക്കുക. So, really? താങ്ക്സ് ഒന്നും വേണ്ട, നിനക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അവിടം അധികം ഷോപ്സ് ഒന്നും ഇല്ലല്ലോ, സോ പ്രോഫിറ്റ് ഉണ്ടാവും. പ്രോഫിറ്റ് മാത്രം നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ശരിയല്ലേ? ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നാളെ പറയാം. നിന്റെ കൂടെ വേണമെങ്കിൽ സോനയെ കൂടി കൂട്ടാം. അവളെ വേണ്ട, ഞാൻ എയ്ഡനെ കൊണ്ടുപോയിക്കോളാം. എയ്ഡൻ? ഓക്കെ. ഷൂട്ടിംഗ് എല്ലാം എവിടെ വരെ ആയി? അറിയില്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ചെക്ക് ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ. ഒരുപാട് സമയമായല്ലോ, ഇതുവരെ കഴിഞ്ഞു കാണില്ലേ? ഹലോ, ഷൂട്ടിംഗ് ഇപ്പോഴും കഴിഞ്ഞില്ലേ? അതൊക്കെ ഈവനിങ് തന്നെ കഴിഞ്ഞല്ലോ. ആ ആരാമല വന്ന് കൂട്ടിയിട്ട് പോയെ. രണ്ടെണ്ണം കൂടെ എവിടെയെങ്കിലും പോയി കാണും. ഞാൻ ഇന്നെ ഒന്ന് വിളിക്കാനിരിക്കായിരുന്നു. അവൻ നമ്മൾ വിചാരിച്ച പോലെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. നീ അവനെ പിടിച്ച് മോഡലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം തീർന്നു. ബട്ട് ഹി വാസ് റിയലി ഹോട്ട്. എല്ലാ കോസ്റ്റ്യൂംസും നന്നായിട്ട് ചേരുന്നുണ്ട്. കുറച്ച് സാമ്പിൾ വീഡിയോസ് ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യാം. നീ ഒന്ന് ചെക്ക് ചെയ്യേ. വേണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ബട്ട് ഞാൻ 100% ഓക്കെയാ. മതി മതി, നീ അത് ഫോട്ടോസൊക്കെ അയക്കി, ബാക്കി ഞാൻ പറയാം. ഇത് അവൻ തന്നെയാണോ? നീ എവിടെയായിരുന്നു? ബാറിൽ രാവിലെ തുടങ്ങിയ നിപ്പും വിളപ്പോ ഒന്ന് നേരെ നിൽക്കണമെങ്കിൽ രണ്ടെണ്ണം അടിച്ചേ പറ്റുള്ളൂ തോന്നി. ഇനി അത് കൊലക്കുറ്റമാണെങ്കിൽ നിന്റെ സാറിനെ വിളിച്ച് പറ, ഒരു കയറ് കൊണ്ടുവരാൻ. ഇവിടെ വെച്ച് തന്നെ തൂക്കി കൊല്ലട്ടെ. മിണ്ടാതിരിയടാ. അത് ഈ നശിച്ച സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളയി. ഇനി കുറച്ചാ കുരവളെ ഞാൻ കടിച്ചെടുക്കും. നിന്നോട് അഭിനയിക്കും താങ്ങി വെച്ച് തുണിയെടുക്കാതൊക്കെ ചെയ്യുമായിരുന്നു. ഇത് 3 നാളെ റീഷൂട്ട് ചെയ്യേണ്ടി വരും. ഒന്നും ചെയ്യായിട്ടില്ല. ഞാൻ 4 നദിലേക്ക് കാട്ടിക്കുട്ടിയുടെ കോപ്രായങ്ങൾ ദേ കണ്ടാ. ടൈ മാത്രമായിട്ട് എന്തിനാ ഇട്ടെ? അതിന് ബട്ടൺസ് വയ്ക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതങ്ങ് ഇട്ടൂടായിരുന്നു. പിന്നെ ദേ ഇത് ജെട്ടിയുടെ പരസ്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതിന്റെ ഭാഷയ്ക്കാണോ ഇതൊക്കെ കാണിച്ചെടുത്തേ? ഇതെന്തോന്നടാ ദീപിച്ചില്ലേ? ഓരോന്നൊന്ന് നിർത്ത്. ഞാൻ തുണി ഉടുക്കാതെ ഉടുത്തിട്ടോ അഭിനയിക്കുമെന്ന് നിനക്കെന്താ? പിന്നെ ഈ കാണിച്ചത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല. നിന്റെ ഡിസൈൻസ് നിന്റെ കമ്പനി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റീഷോട്ട് ചെയ്യാൻ ദേ വേണേ ഈ കുറച്ചോണ്ടിരിക്കുന്ന പട്ടിയില്ലേ, അതിനെ കൊണ്ടുപോക്കോ. എന്നെ കിട്ടില്ല. ഐ ആം സോ ടയേർഡ്. ഇനി ഡിസ്റ്റർബ് ചെയ്താ എൻ്റെ തനി കോണം നീ അറിയും. എന്താ? ഏയ് ഒന്നുമില്ല. നാശം, അതൊക്കെ കണ്ട മുതൽ ഫുള്ള് ഡേറ്റ് ആണല്ലോ. ആ എന്താ? കൊതുക് കൊതുക് എന്റെ മുറിക്കകത്ത് മുഴുവൻ കൊതുക് ശല്യം. മരണത്തിന് ആട്ടി ഓടിച്ച് ഈ വഴി വന്നപ്പോ അത് പറഞ്ഞിട്ട് മൂക്കിൽ ഇങ്ങനെ ഇരുന്നു. ഞാൻ പതുക്കെ ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ ഇവിടെ കിടന്നാലോ? വേണ്ട അല്ലേ, ഞാൻ പോയി. ബിസിനസ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ വല്ല ഫോറിൻ കൺട്രിയൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ പേര് പോലും കേൾക്കാത്തൊരു പട്ടിക്കാട്ടിലോട്ട്. ഇത് മറ്റെന്തോ ഉദ്ദേശമാണ് മോനെ. കുറച്ച് ദൂരെ ആകുമ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ആരും അറിയത്തില്ല. ഇനി യാത്രക്കിടയിൽ നിന്നെങ്ങാനും തട്ടിക്കളയാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലോ? ഏയ്, അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഇനി ചെയ്യൂ? എല്ലാ പ്രാവശ്യവും സോനയാ അവൻ്റെ കൂടെ പോവാറ്. ഇത്തവണ അത് മാറ്റി അവൻ നിന്നെ തന്നെ ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വലുത് വരാൻ പോകുന്നു. സത്യം
നീ എങ്ങോട്ടാ? ഓർഫനേജിലേക്ക് പോകണം. എടാ, മലേഷ്യയിലുള്ള ക്ലയന്റിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അയാളെ വിളിച്ച് മുട്ടെന്തേര് പറഞ്ഞോണ്ടിരിക്കാം. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് വാടാ. എനിക്ക് അത്യാവശ്യമാ, പോയി പറ്റുമോ? പ്ലീസ് പ്ലീസ്, അങ്ങനെ വിട്ടിട്ട് പോയാ നാളെ മുതൽ വീട്ടിലിരിക്കേണ്ടി വരും. ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ദേവേ, അയാളെ വിളിക്കുന്നേ. വീഡിയോ കോൺഫറൻസിലോട്ട് വരാൻ പറഞ്ഞ് കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ കൈയും കാലും വിറച്ചിട്ട് വയ്യ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ കോൾ അറ്റൻഡ് ചെയ്യേ. ഒരു 11 മണിക്ക് മീറ്റിംഗ് സെറ്റ് ചെയ്യേ, ഞാനിപ്പോ വരാം. ഓക്കെ താങ്ക് യു സോ മച്ച്. എയ്ഡൻ, നീ കവറ് നമ്മളൊന്ന് പോയില്ലേ ഒരു ഓർഫനേജ്, അവിടെ മദറിനെ ഏൽപ്പിക്കണം. എനിക്ക് മുട്ടനൊരു പണി കിട്ടി. ഇറ്റ്സ് വെരി അർജന്റ്. ഇപ്പൊ തന്നെ ചെല്ലുക. കണ്ടില്ലേ, നിന്നൊന്ന് വാ തുറക്കാൻ പോലും സമ്മതിച്ചില്ല. ഇപ്പൊ ശരിക്കും അവന്റെ അടിമയാണല്ലേ. അന്നോടെ സ്റ്റുപ്പിഡ് സ്ലേവ്. നീ ഓർഫനേജ് പോയില്ലേ? ആ ഇല്ല, അപ്പോഴേക്കും മറ്റൊരു ജോലി. സ്റ്റോപ്പ് ഇറ്റ്. കുറച്ച് സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന് വെച്ച് നിനക്ക് തോന്നിയതുപോലെയാണോ എല്ലാം ചെയ്യുന്നേ? ആ ജോലി ഞാനാ നിന്നെ ഏൽപ്പിച്ചേ. എന്നിട്ട് അതിനിടയിൽ ബട്ട് സർ, ഞാൻ ആ കാശ് എയ്ഡനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ചെയ്തു. മദർ എന്നെ വിളിച്ചിരുന്നു. ഇതുവരെ അവിടെ ആരും പോയിട്ടില്ല. നിനക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന കാര്യം എന്നെ അറിയിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഒരു മിനിറ്റ്. എയ്ഡൻ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കവർ എവിടെ? കവറാ? ഏത് കവർ? എയ്ഡൻ, ഡോണ്ട് പ്ലേ അറ്റ് ദിസ് ടൈം. ഞാൻ രാവിലെ നിന്നെ ഏൽപ്പിച്ച ക്യാഷ് എവിടെ? ഇപ്പൊ ക്യാഷ് ആയാ? നേരത്തെ കവറായിരുന്നല്ലോ. നീ ഏതിലേലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. എന്റെ കയ്യിൽ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇവൻ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. ദാ പറ, മോർണിംഗ് നമ്മൾ ഇവനെ കണ്ടപ്പോ എന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആ അതെ, ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? നീ തന്നെ കാശ് മുക്കിയത് പോരാ, എന്നിട്ട് അത് എന്റെ തലയിൽ കൊണ്ടുവെക്കാൻ വന്നിരിക്കുന്നേ. കക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും കൂടെ പഠിക്ക്. പറയടാ, നീ ആ കാശ് എന്താ ചെയ്തേ? കണ്ട നീ ഓവർ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. നീ തന്നെ കാശ് കട്ടേന്ന്. സത്യ ലീവ് ഹിം. നീ പോ. ഐ സേ ഗെറ്റ് ഔട്ട്. All of you, go back to work. Aiden, where is the money? കട്ടവനോട് പോയി ചോദിക്കും. Shut up. നിന്നെ എനിക്കറിയാം. 7 മണി, അതുവരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളില് ആ പണം എത്തേണ്ടടുത്ത് എത്തിയിരിക്കണം. നാശം പിടിക്കാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയാലോ? കുഞ്ഞെന്താ ഈ സമയത്ത്? അത് ഞാൻ ഈ ക്യാഷ്. സത്യ കാശെല്ലാം എത്തിച്ചല്ലോ. അവനെങ്ങനെ? വളരെ നന്ദിയുണ്ട്. ഇന്നത്തെ കാലത്ത് മോനെ പോലെയുള്ള ചെറുപ്പക്കാരുണ്ടെന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. തള്ള എനിക്കിട്ട് വെക്കുവാണോ? ഇത്തവണ ഡൊണേഷൻസ് കുറവായിരുന്നു. അങ്ങനെ വരുമ്പോ ജേക്കബ് സാറിനോട് സഹായം ചോദിക്കാറ്. സത്യം ഉണ്ടെങ്കിൽ അവനെ സഹായിക്കും. പക്ഷെ ഇത്തവണ ദൈവത്തെ പോലെ വന്നത് മോനാ. സത്യം എല്ലാം പറഞ്ഞു. ഈ പേരും പ്രശസ്തിയൊന്നും താല്പര്യമില്ലാത്ത ആളാ, അതുകൊണ്ട് ആരും അറിയരുതെന്ന്. അത്തരം അഭിപ്രായം എനിക്കില്ല. ഇതാരെങ്കിലും അറിയുമ്പോ അവർക്കും സഹായിക്കാൻ തോന്നിയാലോ? ശരിയല്ലേ? സത്യമല്ല, കഴിഞ്ഞ തവണ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന അങ്കിളാ. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ. അങ്കിള് വാ, ഒരുമിച്ച് കഴിക്കാം. കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും കഴിച്ചില്ലല്ലോ. ഇന്നത്തെ അവരുടെ ഭക്ഷണം അത് മോന്റെ വകയല്ലേ, ഒരുമിച്ചിരുന്ന് കഴിക്കാം. നീ ഉറങ്ങിയില്ലേ? സോറി, എന്റെ കൺട്രോൾ വിട്ടപ്പോ അടിച്ചു പോയതാ. ആ ഓർഫനേജില് എന്റെ പേരും പറഞ്ഞെന്തിനാ കാശ് കൊടുത്തേ? അത് ഇത്രയും നാൾ എന്നോട് ചെയ്തതുപോലെയല്ല. ഇത് കുറച്ച് കടുപ്പമായിരുന്നു. ഒരു നേരമെങ്കിലും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരിക്കലും ചെയ്യില്ലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിയാൽ മാത്രമേ മദർ ഒരു സഹായം ചോദിക്കൂ. അവിടെയുള്ളവരൊന്നിനോട് പരാതി പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നീ ചെയ്ത കാര്യം ഒരിക്കലും അവരറിയാനും പോകുന്നില്ല. പക്ഷെ എല്ലാം മോളിലുള്ള ഒരാൾ കാണില്ലേ? ഇനി അങ്ങോട്ട് ആ കുട്ടികളുടെ പ്രാർത്ഥനയിൽ നീയും കാണും. വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയല്ല, അതൊരു കടമയാ. ആ കടമ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരുടെ മുന്നിൽ നമ്മൾ ദൈവമായിട്ട് മാറും. ഇന്ന് നീയാ അവരുടെ ദൈവം. സോറി. നാളെയാ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്. ഒരു 3 days ആവശ്യമുള്ളത് എടുത്തു വെച്ചേക്കും. നീ ഇത് നേരെ എവിടെയായിരുന്നു?
തോന്നുന്ന സമയത്ത് കയറി വന്ന് ഓരോന്ന് പറഞ്ഞു. ഈ ടൈം എന്ത് ചെയ്യാനാ? ഞാനൊന്ന് ബാമയെ കാണാൻ പോയി, അതാ ലേറ്റായി. ആ, ഇപ്പോഴൊരു കാര്യം ഓർത്തെ, അവള് നിനക്ക് തരാൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എനിക്കോ? എന്തിന്? അയാളോ? തുറന്നു നോക്ക്. അയ്യേ, ആ, എന്ത് ഗിഫ്റ്റാ? ഓ, ഇതായിരുന്നോ? അവള് എന്റെ അനിയത്തി തന്നെ. ഞാൻ മനസ്സിൽ കണ്ടപ്പോ അവള് മാനത്ത് കണ്ടു. എനിക്കൊന്നും വേണ്ട. ഈ ഗിഫ്റ്റ് നീ തന്നെ വെച്ചാ മതി. ചേടാ, ഒരാൾ ആഗ്രഹിച്ചൊരു സാധനം തരുമ്പോ ഇങ്ങനെയാണോ? ഇൻഡയറക്റ്റ് ആയിട്ട് ഇനി എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞതാണോ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, എക്സ്പീരിയൻസ് ഇല്ലെന്ന് മാത്രം. ഇറങ്ങി പോടാ. ഫ്ലൈറ്റിന് പോന്ന മതിയായിരുന്നു. അത് ഇതിനേക്കാളും ചെലവാ. എപ്പോഴേലും ഇതുപോലൊന്ന് ലോക്കൽ ആവണം, അപ്പോഴേ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂ. ദയവ് ചെയ്ത് ഫിലോസഫി ഒന്ന് നിർത്താവോ? ഇതാണ് സർ, പ്ലീസ്. ആ, റോഡ് സൈഡിൽ നിന്ന് കുറച്ച് കൂട്ടിയാണല്ലോ പ്ലാൻ വരച്ചത്. അത് ശരിയാവില്ല, മാറ്റി വരയ്ക്കേണ്ടി വരും. ബട്ട് ജേക്കബ് സാറിന് ഓക്കെ ആയിരുന്നു. ഹലോ, സാറ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയുന്നത് അനുസരിച്ചാ മതി. നിന്റെ ഈ ജോലി ഒന്ന് നിർത്തോ? ടൈം ഒരുപാടായി. ഇവിടെ ആണെങ്കിൽ നല്ലൊരു ലോഡ്ജ് പോലും ഇല്ല. അതിന് നിന്നോട് ലോഡ്ജ് ഒക്കെ ഇറക്കാൻ ഞാൻ പറഞ്ഞോ? ഇഷ്ടം പോലെ ബസ് സ്റ്റോപ്പുകളുണ്ട്, അവിടെ എവിടെയെങ്കിലും കിടക്കാം. നീ വാ. ബസ് സ്റ്റോപ്പാ? ഓ, ഏത് സമയത്താ ഇവന്റെ കൂടെയൊക്കെ? ഇവിടെ എന്താ? ഇത് എന്റെ വീടാ, നീ കേറുവാ. നിങ്ങൾ എന്താ ലേറ്റ് ആയേ? ആ, ഉറങ്ങിയില്ലേ? ഞങ്ങളെ കാത്തിരിക്കായിരുന്നു കൊച്ചു കള്ളി. ഇവിടെ എത്തിയപ്പോഴേ ലേറ്റായി, അതാ. നീ കേറുവാ. ഇത് എയ്ഡൻ അല്ലേ? ആ, അത് തന്നെ. ഇത് മീനക്കുട്ടി, എന്റെ ആന്റിയാ. സമയം ഒരുപാടായി, നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് എടുക്കാം. വേണ്ട, ഞങ്ങള് കഴിച്ചിട്ടാണെന്നേ. പിള്ളേരൊക്കെ ഉറങ്ങിയോ? പിന്നെ കുറെ നേരം കാത്തിരുന്നു, കാണാതായപ്പോ ഉറങ്ങിപ്പോയി. നിങ്ങൾക്കുള്ള റൂം റെഡി ആക്കിയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്ക്. ആ, ഓക്കെ. ആന്റി കിടന്നോ, ഞാൻ നോക്കിക്കോളാം. ഗുഡ് നൈറ്റ്. എന്താടാ വീഴ്ച നോക്കുന്നേ? സംശയിക്കണ്ട, വീടെന്ന് പറഞ്ഞത് എന്റെ മാത്രം വീടല്ല. അവിടെ നീ കണ്ടതുപോലെയുള്ള വലിയ ഓർഫനേജ് ഒന്നും അല്ലേലും ചെറിയൊരു സെറ്റപ്പ്. കുറച്ചു പേരേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. എന്റെ സ്വന്തം ആന്റി ഒന്നും അല്ല. പപ്പയും അമ്മയും ഞങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയി. അപ്പൊ മുതൽ ഇവിടെ തന്നെ. ആന്റിയാ എന്നെ ബാമ്മയെല്ലാം നോക്കിയേ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോ അവരെല്ലാം പോയി. ഞാനിപ്പോഴും ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ഇറ്റ്സ് മൈ ഫാമിലി. പരിചയപ്പെടാൻ ഇനി ഒരുപാട് പേരുണ്ട്. നാളെ നോക്കാം. ഇപ്പൊ പോയി ഫ്രഷ് ആയിട്ട് കിടക്കാം. അയ്യോ, നീ ഏതാടാ കള്ള? ഞങ്ങളുടെ വീട്ടിൽ എന്തോ മോഷ്ടിക്കാനാ വന്നേ? കള്ളനോ? സത്യം പറയടാ, ഇല്ലെങ്കിൽ ഇപ്പൊ കുത്തിക്കൊല്ലും. ഞാൻ കള്ളനൊന്നുമല്ല. സത്യ, സത്യ. എന്താടാ? അയ്യോ, ചിണ്ടുടാ, അവനെ ഉപദ്രവിക്കല്ലേ, നമ്മുടെ സ്വന്തം ആളാ. കണ്ടാലേ അറിയാം കള്ളനാ. കണ്ടാൽ ഞാൻ തോന്നുമെങ്കിലും ആള് പാവാ. നീ വിട്ടേ. ഇവ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിട്ടു. ഗായ്സ്, വാ പോകാം. പേടിക്കണ്ട, ഇവിടെ ഉള്ളവരാ എന്റെ അനിയന്മാരും അനിയത്തിമാരും. നീ പെട്ടെന്ന് റെഡി ആവും, ലേറ്റ് ആയി, ജോലിയുണ്ട്. നീ എങ്ങോട്ടാ? കുളിക്കാനോ? ഇന്നൊരു വെറൈറ്റി പിടിച്ചാലോ? വാ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. അയ്യേ, അതല്ല, വാ പറയാം. വാവ്, ഇതൊക്കെ എന്തോന്ന് വാവ്. എടുത്ത് ചാടി, അതിനേക്കാൾ അടിപൊളിയായിരിക്കും. ഭാഗ്യം. ഞാനോർത്ത് നീ ഫോൺ എടുക്കത്തില്ലാന്നേ. അപ്പൊ ചത്തിട്ടില്ലല്ലേ? അവൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. ഹലോ, ഹലോ എയ്ഡൻ. ഐ വിൽ കോൾ യു ബാക്ക്. ഇവിടെ നിൽക്കുവാണോ? ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. ആന്റി, ഇത് അത് ബാമ, സത്യയുടെ സിസ്റ്റർ. ആക്സിഡന്റ് ആയിരുന്നു, 7 മാസമൊക്കെ ആയി കാണും. അവൻ ആകെ ഉണ്ടായിരുന്ന ഒരു കൂടപ്പിറപ്പ്. കടബാധ്യത മൂലം അവരുടെ പാരൻസ് ആത്മഹത്യ ചെയ്തു. റിലേറ്റീവ്സ് ആരും അവരെ ഏറ്റെടുത്തില്ല. എല്ലാം തലയിലായോണ്ടെന്ന് പേടിച്ചു കാണും. ഒടുക്കം 2 പേരെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 10-12 പിള്ളേർ. സത്യമായിരുന്നു അല്പം മുതിർന്നത്. പഠിക്കും, കൂടെ എന്നെ സഹായിക്കാൻ ചെറിയ ചെറിയ ജോലിക്കും പോകും.
അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ വലിയ നിലകളിലെത്തി. ഇടയ്ക്ക് ഓരോ വിസിറ്റേഴ്സ് മാത്രമായപ്പോൾ സത്യം ഭാമി അന്നും ഇന്നും ഇത് അവരുടെ വീടായിട്ട് മാത്രം കണ്ടു. എപ്പോൾ വിളിച്ചാലും ഓടി വരും. ഭാമ പോയതിനു ശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. ആൻറ്റി, ആ ഇനി നിന്നാ പിള്ളേരെ വിശന്ന് കരച്ചിലാവും. മോവാ കഴിക്കാം. എന്തിനാ ഈ ഇരുട്ടിൽ വന്നിരിക്കുന്നത്? അവിടെ നിന്ന് നോക്കുന്നുണ്ടാ ഇരുട്ടായിട്ട് തോന്നുന്നു. കമ്മി വാവ്, ഈ മരിച്ചവർക്ക് വേണ്ടി കാത്തിരിക്കാൻ നിനക്ക് വല്ല ഭ്രാന്തമുണ്ടോ? ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാത്തിരിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബാന്ധായിട്ട് കൂടെ കൊണ്ടു നടക്കാൻ എനിക്കിഷ്ടം. ഭാമയെ കുറിച്ച് ചോദിച്ചതാണെന്ന് മനസ്സിലായി. അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. അവളുടെ കൂടെ ഞാനിടയ്ക്കിടെ ഒന്ന് ഇരിക്കാറുണ്ട്. ഇനി അങ്ങോട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഓർമ്മകൾ മാത്രമേ കൂടെ കാണുമെന്ന് തോന്നുകയായി. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കാം. ഇനി നിന്നാ പ്രശ്നമാവും. ഇപ്പോഴൊരു കാര്യം ഓർത്തേ, അവള് നിനക്ക് തരാൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അന്ന് ഭാമ നന്നാണെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതോ? അതോ, ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ, പക്ഷെ കൊണ്ടില്ല. യു നിന്റെ ട്രിപ്പിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നോ? ഓ, ആ പ്ലേസ് ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു മോനെ. ഇറ്റ്സ് റിയലി അമേസിങ്. എവിടെ? ആ കമ്മിങ്. അതിനങ്ങോട്ട് ചെല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ എന്തോ ആവശ്യമുണ്ടെന്ന് മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കിക്കൂടെ? നീ നിൽക്ക്, ഇപ്പൊ വരാം. നീ ഇങ്ങോട്ടാ? ഓർഫനേജ്. ഞാനും കൂടെ വന്നോട്ടെ? അതിനെന്താ, നീ വാ. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? പുതിയ വല്ല സ്ട്രാറ്റജിയാണോ? മനസ്സിലായില്ല. നിനക്കുള്ള ടൈമൊക്കെ അവസാനിക്കാൻ പോവാ. പണിയെടുത്ത് വന്ന കാര്യം നടത്തുന്നതിന് പകരം നീ അവനെ ഇല്ലാതാക്കാനോ നോക്കുന്നേ? അതുകൊണ്ട് ഒരു ലാഭവും ഇല്ല. ഇവിടുന്ന് പോയ ദിവസം മുതലുള്ള വർക്ക് പെൻഡിങ്ങാ. ഒന്നുപോലും തൊട്ട് നോക്കിയിട്ടില്ല. നീ ആണെങ്കിൽ അവൻ്റെ പുറകെ ചായ വേണോ വെള്ളം വേണോ എന്ന് ചോദിച്ചോണ്ട് നടക്കുക. ഞാൻ പറയുന്നവനെ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ഷൗട്ട് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഇറങ്ങാം. ആ നീ വിട്ടോ, എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്. ക്യാബ് എടുത്തോളാം. ഞാൻ വീട്ടിലോളാം. ഒരുമിച്ച് പോവാം. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. ഇത് തീരെ സമയമെടുക്കും. പോവാ നോക്ക്. ഇറ്റ്സ് ഓക്കെ. ഞാൻ അത്ര ഓക്കെ അല്ലെങ്കിലോ? നീ പോയേ. ഞാനും കൂടെ സഹായിക്കാം. പെട്ടെന്ന് തീർക്കാടോ. ഇങ്ങതാ, ഇത് ഞാനേറ്റു. ആ തരാൻ. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ആ കൈ ഇങ്ങോട്ട് തന്നെ. ഓ, ഇങ്ങ് തരാം. കൺഗ്രാറ്റുലേഷൻസ് അളിയാ, വി വിൻ ദ മാച്ച്. എന്താ എടാ മണ്ടാ, മന്ത്ലി ബെസ്റ്റ് എംപ്ലോയി നീയാ. ജാസ്മിൻ എന്നെ വിളിച്ചിരുന്നു. ബട്ട് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്കും പറ്റിയില്ല. ചക്ക വീഴതൊന്നും അല്ല. ശരിക്കും ആലോചിച്ച ആ സത്യകാരനാ നിനക്ക് ഇതിന് കഴിഞ്ഞേ. ഇല്ലെങ്കിൽ കാണായിരുന്നു. ഏതായാലും ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. നീ പോയി ഒന്ന് ഷൈൻ ചെയ്യടാ. ഈയിടെ അത് നിനക്കുള്ളതാ. ചെല്ല് ചെല്ല്. നിനക്കെന്താ? ഇറ്റ്സ് നോട്ട് അവർ ഫസ്റ്റ് കേസ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അതിനൊക്കെ മുൻപായിട്ട് എനിക്ക് നൈറ്റ് വേണം. ഒരുപാട് തവണ ആലോചിച്ചു. വേണ്ടെന്ന് വയ്ക്കാൻ ഒരു കാരണം പോലും ഇല്ല. തടയരുത്. ഒരുപക്ഷെ നീ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ കേട്ടെന്ന് വരില്ല. ചിലപ്പോൾ Where is the gift?
I wanna try it. സത്യ സത്യ ഇവനിത് എവിടെ പോയി? നീ എന്താണ് ഇത്ര ലേറ്റായേ? സത്യ എവിടെ? ഞാനിപ്പോൾ അയാളെ നോക്കിക്കൊണ്ട് നടക്കുമല്ലേ. കൺഗ്രാറ്റ്സ്. ഡാഡി വിളിക്കുന്നുണ്ട്, നീ വാ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഐ ഫീൽ വെരി വെരി ഹാപ്പി. അത്രയും ഹാപ്പി ആണെങ്കിൽ ശമ്പളം കൂട്ടി തരുമോ ആവോ? അതെന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവും. പറയാം. എനിക്ക് പ്രായമായി വരുമല്ലേ, സോ ഐ നീഡ് സം റെസ്റ്റ്. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളും ഞാൻ എൻ്റെ മകനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. മകനോ? നിങ്ങൾക്ക് മകനുണ്ടോ? ആ ഉണ്ട്, അബ്രോഡ് പഠിക്കാൻ മറ്റുമാണ്. ഇത് എപ്പോൾ കെട്ടിയെടുത്തോ എന്തോ. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം മാറ്റിവെക്കുന്നതല്ല. അവൻ അതിനുള്ള കാര്യപ്രാപ്തി ഉണ്ടെന്ന് തെളിയിച്ചതിന് ശേഷമാണ് എൻ്റെ ഈ തീരുമാനം. സോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് മൈ വൺ ആൻഡ് ഓൺലി സൺ, Aiden Jacob, new CEO of CJ Groups. ഇവനോ? ഇതിപ്പോ? നിങ്ങളിൽ പലർക്കും ഇവനെ അറിയുന്നുണ്ടാവും. വെറും 2 മാസങ്ങൾ കൊണ്ട് ഇവൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഈ മന്തിലെ ബെസ്റ്റ് എംപ്ലോയി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും എൻ്റെ മകനെ തന്നെയാണ്. ബെസ്റ്റ് എംപ്ലോയി ഇവനോ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യും. ഐ ആം സോറി ഡാഡ്. ഈ പറഞ്ഞ കോംപ്ലിമെൻറ്റ്സിനൊന്നും ഞാൻ അർഹനല്ല. ഇനി അങ്ങോട്ടും ഇവരുടെ കൂടെ സാധാരണ ഒരു ജോലിക്കാരനായി തന്നെ ഞാൻ നിന്നോളാം. ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ബോധ്യമായതിനു ശേഷം ഞാൻ തന്നെ ആവശ്യപ്പെട്ടോളാം. എയ്ഡൻ, ഇറ്റ്സ് നോട്ട് ഫൺ. ഐ നോ ഡാഡ്. കേൾക്കുമ്പോൾ വെറും തമാശയാണെന്ന് തോന്നും. അത്തരത്തിലൊന്നുകൂടെ പറയാനുണ്ട് എനിക്ക്. ഇതുപോലെ ചോദിക്കാത്തൊരു തീരുമാനം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുവരെ ഡാഡി ആഗ്രഹിക്കുന്നത് പോലൊരു മകനാവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എടുത്ത തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ബട്ട് എന്നെ വെറുക്കരുത്. സോറി ഓൾ ഓഫ് യു. നീ എന്ത് പണിയാടി കാണിച്ചേ? ഇതിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടെ? കരയുന്നോ? ഈ ഓസ്കാർ അഭിനയം എൻ്റെ മുന്നിൽ കിടന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും കാണാൻ ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ഇതൊക്കെ അവനില്ലെങ്കിൽ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അയിനി എന്ത് പറ്റിയതാണെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈം ഐ ഫീൽ ലവ്. പോടാ, ഇതെന്ത് പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അളിയാ. എടാ നീ ശരിക്കും നീ ഇവിടെ നിൽക്കുവാണോ? ആ ഏടൻ എവിടെ? ഞാൻ അവനെ തെരഞ്ഞ്. സാർ ഇവിടെ ഉണ്ടായിരുന്നു. എയ്ഡൻ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഞാൻ ഈ ലെറ്റർ സത്യനെ ഏൽപ്പിക്കാൻ പറഞ്ഞു, അതാ. സത്യ അവനോട് ഉണ്ടോ? എന്നിട്ട് കൂടെ പോയി? ഇവിടെയല്ല, കാലത്ത് വീട്ടിൽ വന്നിരുന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോവാനുണ്ട്, ഇതിങ്ങനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ തിരക്കിനിടയിൽ ഞാനത് വിട്ടുപോയി. അത്യാവശ്യമായിട്ട് ഈ സമയത്താണോ കൊണ്ടുതരുന്നേ? നീങ്ങ തന്നെ പോയേ. നോക്കി നിൽക്കാതെ അതിനകത്ത് എന്താണെന്ന് നോക്ക്. പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകാതിരിക്കട്ടെ. ഇതിനോടൊപ്പം റിസൈനിങ് ലെറ്റർ കൂടി വെക്കുന്നുണ്ട്. എനിവേ, കൺഗ്രാറ്റ്സ്, ന്യൂ CEO ഓഫ് CJ ഗ്രൂപ്പ്സ്. CEO? ഇതെങ്ങനെ അയാൾ അറിഞ്ഞേ? ഐ എം ഷുവർ അയാൾ ഇവിടെ തന്നെ എവിടെയുണ്ട്. ഇനി അന്വേഷിക്കാനുള്ള സ്ഥലം പോലും ബാക്കിയില്ല. ഉണ്ട്, അവൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ താനിപ്പോ അയാളുടെ നാട്ടിലേക്കാണോ പോകുന്നത്? ദിസ് ഈസ് മൈ ലാസ്റ്റ് ഹോം. ഒരു പക്ഷേ അയാൾ അവിടെ ഇല്ലെങ്കിലോ? എവിടെയാണെങ്കിലും എനിക്ക് അവനെ കണ്ടെത്തിയേ പറ്റൂ. തൻ്റെ ഈ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് സത്യം എനിക്ക് കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. എനിവേ, ഒരു ഗുഡ് എൻഡിങ് തന്നെ ആവട്ടെ. അല്ല, ഇനി അയാളെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? ടു കംപ്ലീറ്റ് മൈ റിവെഞ്ച്. ഇനി ശരിക്കും ഞാൻ അവനെ സ്നേഹിക്കാൻ പോവാ. ലവ് വിത്ത് റിവെഞ്ച്. ഓ, അപ്പൊ അവന് ഇതിനേക്കാളും വലിയ പണിയായി കിട്ടാനില്ല. ഓൾ ദ ബെസ്റ്റ്. ഏഴ്
എന്താടാ? നീ നമുക്കൊന്ന് കണ്ടൂടെ? ഞങ്ങളൊന്നും കണ്ടില്ലേ? എല്ലാം നീ ഇങ്ങനെ അറിഞ്ഞേ? പറയാൻ. അയ്യോ ഇങ്ങനെ തലയിൽ സാറേ, ഞാനെല്ലാം പറയാം. ജേക്കബ് സാറിന്റെ മോനാ എന്നെ പറഞ്ഞിട്ടെ. ജേക്കബ് സാറിന്റെ മോനോ? അയാള് എന്നെ എന്തിനാ? സത്യം പറയടാ. അയ്യോ സത്യ സാറേ, ഞാൻ പറഞ്ഞേ. ദേ ദേ ഇയാളാ. ഏടെ? നീ എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ജേക്കബ് സർ, എയ്ഡൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഊഹിച്ചു. ഐ എം റിയലി സോറി. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കളയുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതല്ല, അവന് എന്നോട് ഇത്ര ശത്രുതയില്ല. നിന്നോടല്ല, ഡാഡിയോടാ അവന് ദേഷ്യം. 6 വയസ്സുള്ളപ്പോഴാ അവൻ്റെ മമ്മ മരിക്കുന്നത്. ദെൻ എൻ്റെ മമ്മിയുമായിട്ടുള്ള ഒരു മാരേജ്. ബട്ട് അത് അവനൊട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ബോർഡിംഗ് സ്കൂൾ, ഹോസ്റ്റൽ, പതിയെ ഡാഡിയോടുള്ള അകൽച്ച കൂടിക്കൊണ്ടിരുന്നു. ഈ ബിസിനസ് കരിയർ, ഈവൻ ഫാമിലി പോലും അവൻ വെറുത്തു. ഡാഡി ഒരുപാട് തവണ അവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്തതാ, ബട്ട് സമ്മതിച്ചില്ല. അവൻ പഠിച്ചിരുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് ഞാൻ വാശി പിടിച്ചു. മറ്റൊന്നിനുമല്ല, അവനൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ മാത്രം. ഒരു അനിയത്തിയായിട്ട് കാണുന്നതിന് പകരം ശത്രുവായിട്ടാ അവൻ എന്നെ കണ്ടിട്ടുള്ളൂ. അവിടെയുള്ള അവൻ്റെ ലൈഫ് അത്രയും മോശമായിരുന്നു. ആരും പേടിയില്ലാതെ ഇഷ്ടമുള്ളതുപോലൊരു ജീവിതം. ഒടുക്കം ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവൻ ഇങ്ങോട്ട് വന്നേ. ജാസ്മിൻ, നാളെ മുതൽ നീ ഓഫീസിൽ പോകേണ്ടി വരും. I want to take some rest. ബട്ട് ഡാഡ്, എനിക്ക് മകള് മാത്രമല്ല, ഒരു മകൻ കൂടി ഉണ്ട്. ഞാൻ പോയിക്കോളാം. എങ്ങോട്ട്? കാശ് ചെലവാക്കാനല്ലാതെ സമ്പാദിക്കാൻ നിനക്കറിയില്ല. അതിനുള്ളൊരു അവസരം എനിക്ക് തന്നിട്ടില്ലല്ലോ. എന്നെ നമ്മുടെ ഫാമിലിയോ വേണ്ടെന്ന് പറഞ്ഞ് നീയല്ലേ പോയത്. പണം മാത്രമേ നിനക്ക് വേണ്ടുള്ളൂ. ആ അതെ, നിങ്ങൾക്ക് ഭാര്യയും മക്കളും എല്ലാം ഉണ്ടല്ലോ. നഷ്ടം വന്നത് എനിക്ക് മാത്രം അല്ലേ? അവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. എനിക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. എനിക്കും കൂടെ അവകാശപ്പെട്ടതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എല്ലാം കൂടെ ഒറ്റയ്ക്ക് വിഴുങ്ങാന്ന് നിങ്ങളുടെ മോള് സ്വപ്നം കാണണ്ട. എയ്ഡൻ, നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ഇത് നിന്റെ കുട്ടിക്കളിയല്ല. ഡാഡ്, എല്ലാം അവനെ തന്നെ ഏൽപ്പിച്ചേക്ക്. എനിക്കിതൊന്നും വേണ്ട. ശരി, പക്ഷെ അതിനു മുമ്പ് എല്ലാം ഏറ്റെടുത്ത് നടത്താനുള്ള യോഗ്യത ഇവനുണ്ടെന്ന് തെളിയിക്കട്ടെ. നാളെ മുതൽ നിനക്ക് ഓഫീസിൽ പോവാം, ഒരു സാധാരണ എംപ്ലോയി ആയിട്ട്. ദേ ഇവളും അങ്ങനെ ആയിരുന്നു. എല്ലാം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇന്ന് ഈ നിലയിലെത്തിയത്. നിനക്കും അതേ നിയമം തന്നെ. എന്താ പറ്റൂ? 2 months അതിനുള്ളിൽ ബെസ്റ്റ് ആണെന്ന് നീ തെളിയിക്ക്. അതിനുശേഷം ഞാൻ തന്നെ എല്ലാം നിന്നെ ഏൽപ്പിക്കാം. ഓക്കെ? എൻ്റെ മകനാണെന്നുള്ള ഒരു പരിഗണനയും നിനക്ക് അവിടെ ഉണ്ടാവില്ല. വേറൊരു തൊഴിലാളി. എനിക്കും അത് തന്നെ ഇഷ്ടം. നിങ്ങളുടെ മോനാണെന്ന് പറഞ്ഞു നടക്കാൻ ഞാനും ഇല്ല. ഇതൊക്കെ എനിക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായി. ബട്ട് ഐ എം ഓക്കെ. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ കാണും, ഒരു സഹായത്തിന്. ഇത്രയും ഓർഡർ എനിക്ക് തരുമ്പോൾ ഈ ഒരെണ്ണം അങ്ങ് സമ്മതിച്ചേക്ക്. 2 മാസത്തിനുള്ളിൽ എങ്ങനെ? അവനെ കൊണ്ട് ഇതിന് പറ്റില്ലെന്ന് അവനെ തന്നെ ബോധ്യപ്പെടുത്താനാ ഈ ഡീൽ. പിന്നെ അവൻ്റെ CV റെഡിയാക്കണം, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൺ. അവൻ്റെ ആ ഫ്രണ്ട് ആരാണെന്ന് നിനക്കറിയൂ? മേ ബി ആരോമലായിരിക്കും. അവനങ്ങനെ ഫ്രണ്ടെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അവനല്പം വാശി കൂടുതലാണെന്നേ ഉള്ളൂ. എങ്ങനെയല്ലോ ഡാഡിയെ തോൽപ്പിക്കണം, അത്രമാത്രം. അതിനിടയിലാ നീയുമായിട്ടുള്ള കുസ്തിപിടി. ഡാഡി എല്ലാം അറിഞ്ഞു. അതിൻ്റെ പേരിലൊരു ബഹളം കഴിഞ്ഞതേ ഉള്ളൂ. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ കാര്യമൊന്നും ആരും അറിയരുതെന്നല്ലേ? ഞാനായിട്ട് ആരോടും പറയുന്നില്ല. ദേ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല. പോരെ? എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാ ഇത്രയും നാൾ എന്നെ സഹിച്ചേ? നിന്നോട് വഴക്കുണ്ടാക്കുമ്പോഴേക്ക് ഭാമി ഓർമ്മ വരും. അവളെ ഇതുപോലെ എനിക്കിട്ട് എങ്ങനെ പണിയണമെന്ന് മാത്രം ചിന്തിക്കും. പിന്നെ ഞാൻ എപ്പോഴൊക്കെയോ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ എന്തിനാ രാവിലെ ഒന്നും പറയാതെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അത് നമ്മുടെ ബെറ്റ് അങ്ങനെയായിരുന്നല്ലോ. ഇന്നലെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ബോധമുണ്ടോ? എന്നിട്ട് അവൻ്റെ ഒരു ബെറ്റ്. അതൊരു വണ്ടിയല്ലേ, അതിന് മാത്രമൊന്നുമില്ലല്ലോ. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നേക്ക്, ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നേ എനിക്ക് തന്നെ പറയാൻ പറ്റൂല. ഓ, വലിയ CEO ആയതിന്റെ അഹങ്കാരമാണ്. CEO കോപ്പാണ്. ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചു. എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ അടിയുണ്ടാക്കി നടന്നാൽ മതി. ഏതായാലും നന്നല്ലേ, 2 ദിവസം ഇവിടെ കൂടിയിട്ട് പോവാം. ഡാഡ്, ഐ എം സോറി. ഞാൻ എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിട്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനി ഞാൻ പറയും, നീ കേൾക്കും. നാളെ തന്നെ CEO ആയിട്ട് ജോയിൻ ചെയ്തോണം. പിന്നെ നീ തൽക്കാലം റിസൈനിങ് ലെറ്റർ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. സാർ, ഞാൻ
ഡാ എഴുന്നേക്ക്. ഓഫീസിലൊന്നും പോണ്ടേ? പിന്നെ പോവാതെ നീ എഴുന്നേറ്റ്. നമുക്ക് എന്നോട് ലീവ് എടുക്കാം. ഇങ്ങനെ പോയാൽ നീ സ്ഥിരമായിട്ട് ലീവ് എടുപ്പിക്കും.